സഹകാരി ആദ്യമായിട്ട് ഡിഗ്രി പ്രിലിംസ് കോഴ്സ് അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന റെസ്പോൺസുകളാണ് നിങ്ങളീ കണ്ടത്. എന്നാൽ പ്രിലിംസിന്റെ ആദ്യഘട്ടം കഴിയുമ്പോൾ സഹകാരി ഇരട്ടി കോൺഫിഡൻസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള റെസ്പോൺസുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹാരിയുടെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഒരുപാട് യൂസായി, നെഗറ്റീവ് മാർക്കൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സഹായിച്ചു. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറുന്നത് ഇന്നത്തെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ്. എനിക്ക് ഏകദേശം 52-53 മാർക്ക് അടുപ്പിച്ചിട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ടായില്ല. നമുക്കറിയാം സഹകാരിയുടെ എല്ലാ കുട്ടികളും മെയിൻസ് ക്ലിയർ ചെയ്ത് ഐദർ SIO അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ കമ്പനി ബോർഡ് അസിസ്റ്റന്റോ ഒക്കെ ആകുന്നതാണ് നമ്മുടെ സ്വപ്നം. ഇവിടെ കോഴ്സ് ഉണ്ട് കുഴപ്പമില്ല. ഫീസ് ഇല്ലടേ. മിക്കവാറും നിങ്ങൾ വിചാരിച്ചത് ഞാൻ ഈ പറഞ്ഞ ചുമ്മാ മാർക്കറ്റിംഗ് ഗിമ്മിക്കായിരിക്കുന്നതാണ്. കാര്യം മിക്കവാറും 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ അല്ലെങ്കിൽ 100 ക്ലാസ്സോ 10 ക്ലാസ്സോ സൗജന്യമായിട്ട് തന്നിട്ട് നമ്മളെ ഫീസ് മേടിച്ച് പഠിപ്പിക്കാനല്ലേ സാറേ എന്നൊരു സംശയം നിങ്ങളുടെ തലയ്ക്കകത്ത് ഇപ്പോൾ ഓടിക്കാണും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പറഞ്ഞ 3 കോഴ്സിലും സഹകാരി വന്ന് പഠിക്കാം. എങ്ങനെ പഠിക്കാം? ഫീസ് ഇല്ലാന്ന് ഒരു തട്ടിക്കൂട്ട് കോഴ്സ് അല്ല സഹകാരി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെ 5 വർഷമായിട്ട് ഒരൊറ്റ കോഴ്സുകളും തട്ടിക്കൂട്ടാതെ കേരളത്തിൽ ഈ ചെറിയ കാലയളവ് കൊണ്ട് 42ഓളം 1ാം റാങ്കുകൾ കേരള PSC സൃഷ്ടിച്ച സ്ഥാപനം അതിന്റെ റിസർച്ചിന്റെ അടിത്തറയിലുള്ള കോൺഫിഡൻസിലാണ് പറയുന്നത് ഇത് തട്ടിക്കൂട്ട് പരിപാടിയല്ല. നിങ്ങളെ പരിപൂർണമായിട്ട് മെയിൻസ് പാസ്സാകാൻ പാകത്തിലുള്ളൊരു ഉദ്യോഗാർത്ഥിയായിട്ട് വളർത്തിയെടുക്കുമെന്ന് ഉറപ്പുള്ളൊരു കോഴ്സാണ് സഹകാരി മുന്നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സംശയം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക, എല്ലാം നമുക്ക് വഴിയെ തന്നെ ക്ലിയർ ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഫാക്കൽറ്റികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഗവേണൻസും കൈകാര്യം ചെയ്യുന്നത് ചന്ദ്രബാബു സാറാണ്. 25 വർഷമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ PSC സ്ഥാപനങ്ങളിലും എക്സ്പീരിയൻസ് ഉള്ള സാറാണ് നിങ്ങളുടെ ഈ 2 ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ മെയിൻസിന്റെ മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നല്ലൊരു എഫേർട്ട് കൊടുത്താൽ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഫാക്കൽറ്റീസ് ആണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ജോസ് കാപ്പൻ സാറും അതുപോലെ നിതിൻ സാറും ആണ് മാത്സ് കൈകാര്യം ചെയ്യുന്നത്. 2 ഫാക്കൽറ്റീസും 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അടുത്തതായിട്ട് മെയിൻസിന്റെ സുപ്രധാനമായിട്ടുള്ള ഭാഗമാണ് മലയാളം. അല്ലെ, മലയാളം നിങ്ങൾക്ക് അരച്ച് കലക്കി തരാൻ വേണ്ടി ഷിബു സാർ ഉണ്ടായിരിക്കും. ഷിബു സാർ നിങ്ങൾക്ക് അറിയാം, ഏകദേശം 15 വർഷത്തിലധികം കേരള PSC മേഖലയിൽ മലയാളം എന്ന സബ്ജക്ട് ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഭരത് സാറാണ്. ജോഗ്രഫിയുടെയും അതുപോലെ ബയോളജിയുടെയും ഭാഗം കൃത്യമായിട്ട് മെയിൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സാറാണ്. ഭരത് സാറും കേരള PSC മേഖലയിൽ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അതുപോലെ നമുക്ക് ഇച്ചിരി കടുപ്പമുള്ളൊരു ഭാഗമാണ് ഫിസിക്സിന്റെ ഭാഗം. അപ്പോൾ ഹരികൃഷ്ണൻ സാറാണ് നമുക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 5 വർഷമായിട്ട് കേരള PSC മേഖലയിൽ തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. വേൾഡ് ഹിസ്റ്ററി, ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇത് 2 ഹാൻഡിൽ ചെയ്യുന്ന സാറ് ജയശങ്കർ സാറാണ്. അദ്ദേഹം 8 വർഷമായിട്ട് കേരള PSC മേഖലയിൽ കഴിവ് തെളിയിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ പ്രിലിംസിന് നിങ്ങളെ പഠിപ്പിച്ച അജിത് സാർ തന്നെയാണ് മെയിൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ പരീക്ഷയിൽ ഫുൾ മാർക്കും നിങ്ങളെ സ്കോർ ചെയ്യാൻ സഹായിച്ച സാറാണ്. അജിത് സാറും 10 വർഷത്തിലധികമായിട്ട് കേരള PSC മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. പഠിപ്പിക്കുമ്പോൾ കഥ പറയുക, അതുപോലെ കഥയിലൂടെ പഠിപ്പിക്കുക. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് എത്തുന്നത് ആദർശ് സാറാണ്. ഏകദേശം 8 വർഷമായിട്ട് കേരള PSC പരിശീലന മേഖലയിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും പലപ്പോഴും എക്കണോമിക്സിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കീറാമുട്ടിയായിട്ട് മാറാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളെ പ്രിലിംസിന് നിങ്ങളെ എക്കണോമിക്സ് അരച്ച് കലക്കി കുടിപ്പിച്ച് തന്ന അനീഷ് സാർ തന്നെയാണ് നമ്മുടെ മെയിൻസും ഹാൻഡിൽ ചെയ്യുന്നത്. 10 വർഷമായിട്ട് എക്കണോമിക്സ് മേഖലയിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള സാറാണ് അനീഷ് സാർ. അതുപോലെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു മുഖം മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ വന്ന പരീക്ഷയിലുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പഠിപ്പിച്ചത് മാത്രമേ ചോദിച്ചിട്ടുണ്ടാവത്തുള്ളൂ. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ കറണ്ട് അഫേഴ്സ് പഠിപ്പിക്കുന്ന ഷീജ മിസ് തന്നെയായിരിക്കും മെയിൻസിന് നമുക്ക് കറണ്ട് അഫേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഹാൻഡിൽ ചെയ്യുന്നത് സഹകാരിയുടെ സ്വന്തം ശ്യാമില മിസ്സാണ്. IT പോകുമ്പോൾ 10 വർഷത്തോളമായിട്ട് ഈ IT മാത്രം പഠിപ്പിച്ചുകൊണ്ട് കേരള PSC മേഖലയിൽ തങ്ങളുടെ മുഖമുദ്ര പതിച്ചിട്ടുള്ള 2 മിടുക്കന്മാരാണ് വരുന്നത്. ഒന്ന് അജിത് സാറും 2 നമ്മുടെ ശ്രീജിത്ത് സാറും. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഭരത് സാറാണ്. അതുപോലെ കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത് നിമ്മി മിസ് ആണ്. 7 വർഷമായിട്ടുള്ള കെമിസ്ട്രി അധ്യാപന മികവിലൂടെ സഹകാരിയുടെ സ്വന്തം ഫാക്കൽറ്റി ആയിട്ട് മാറിയ നിമ്മി മിസ് നിങ്ങൾക്ക് മെയിൻസിന്റെ ടോപ്പിക്ക് അറിയിച്ചു പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ഈസ് ദ കീ. അപ്പൊ എന്താ ഇപ്പോൾ ഈ മെയിൻസിന് എവിടെ നിന്നാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെ, എവിടെ നിന്നാണ് നമ്മൾ കണ്ടന്റ് എടുക്കേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ എടുക്കുകയും അത് അവതരിപ്പിക്കുകയും അതിനോടൊപ്പം വരുന്ന ബാക്കിയുള്ള പ്രോഗ്രാംസ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സൗജന്യ മീറ്റിംഗ് ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യത്തുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും.
അതുപോലെ നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് നമുക്കൊരു ക്ലാസ്, ആ ക്ലാസ്സിനോട് ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും, ആ ടൈമിനുള്ളിൽ എഴുതിയില്ലെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ ഒരാഴ്ചയാകുമ്പോൾ വീക്കിലി റിവ്യൂ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, പിന്നെ മന്തിലുള്ള മന്ത്ലി എക്സാമിനേഷൻ. അപ്പോൾ ഈ എക്സാമിനേഷൻ എല്ലാം അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുന്നതിനും ഈ ഒരു മെയിൻസ് എന്ന കടമ്പ കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മാനസികമായ പക്വത, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പവർ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൗജന്യ ഗൂഗിൾ മീറ്റിൽ നേരിട്ട് സംവദിക്കാം. ഗൂഗിൾ മീറ്റ് മാത്രമല്ല, ക്ലാസ് എൻറ്റയർലി സൗജന്യമായിരിക്കും. നിങ്ങളെ മെയിൻസ് ക്ലിയർ ചെയ്യിച്ചിട്ട് സഹകാരി അടങ്ങത്തുള്ളൂ. പക്ഷേ സഹകാരിയിലേക്ക് വരുമ്പോൾ വിത്ത് മെന്റർഷിപ്പ് ഉള്ള കോഴ്സാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് കാണിക്കേണ്ട ആത്മാർത്ഥത പഠിച്ചിട്ടായിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ട് മാത്രം ആത്മാർത്ഥത കാണിക്കുക. ആ ആത്മാർത്ഥത നമ്മുടെ ജോലിയെ കലാശിക്കും. അതല്ലാതെ നമുക്ക് വേറെ ഒരു ലക്ഷ്യവും നമ്മുടെ മുന്നിലില്ല. സോ സഹകാരി എന്ന് പറയുമ്പോൾ ടുഗദർ നമ്മൾ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഗൂഗിൾ മീറ്റ് വെബിനാർ കാണാം. താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ഡിഗ്രി മെയിൻസ് എന്ന മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം. അതിനുശേഷം ഗൂഗിൾ മീറ്റിൽ നമുക്ക് നേരിട്ട് സംവദിക്കാം.